പാലാ നഗരസഭയിൽ വിപ്പ് ലംഘിച്ച കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചതോടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച 4 കോൺഗ്രസ് കൗൺസിലർമാരും സ്വയമേ പാർട്ടിയിൽ നിന്നും പുറത്തുപോയി എന്നാണ് അർത്ഥം. ഇവർക്കെതിരെയുള്ള തുടർ നടപടി KPCC പ്രസിഡന്റ് അറിയിക്കും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അനുസരിച്ച് ഇവർക്കെതിരെ കേസ് നൽകുമെന്നും സംഘടനാ നടപടിയും ഇതോടൊപ്പം ഉണ്ടാകും. വിപ്പ് ലഭിച്ചിട്ടില്ലെന്ന കൗൺസിലർമാരുടെ വിശദീകരണം തെറ്റാണ്. ഏതെങ്കിലും തരത്തിൽ അറിയിപ്പ് നൽകിയാൽ അതിനെ വിപ്പായി കണക്കാക്കണമെന്നാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവർക്ക് വിപ്പ് നൽകിയതിന് സാക്ഷികളുണ്ടെന്നും ഇതുകൂടാതെ വാട്സപ്പ് വഴിയും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് അറിയിപ്പ് നൽകിയിരുന്നതായും DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് വ്യക്തമാക്കി. കൂറുമാറ്റ നിരോധന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അവർക്കെതിരെ കേസ് കൊടുക്കും, നിയമപരമായി നേരിടും. ഈ കാര്യത്തെ സംഘടനാപരമായി നടപടി ഉണ്ടാകും. ആ നടപടി അല്പനിമിഷങ്ങൾക്കകം KPCC പ്രസിഡന്റ് നിങ്ങളെയൊക്കെ അറിയിക്കുന്നത്. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. KPCC പ്രസിഡന്റ് അറിയിക്കും. നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും. പാർട്ടി അച്ചടക്ക നടപടിയെടുക്കും. കാരണം അനുവദിക്കല. അവർ വിപ്പ് കൈപ്പറ്റാതിരിക്കാനായിട്ട് മാറി നിന്നു. അവരുടെ വീടിൻ്റെ മതിലിൽ അത് പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സാക്ഷികളെ നിർത്തി സാക്ഷികളുണ്ട്. അതുകൂടാതെ വാട്സാപ്പിൽ ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് കൊടുക്കണമെന്നുള്ളതാണ്. വിപ്പിന്റെ അറിയിപ്പ് കൊടുക്കണമെന്നുള്ളതാണ്. അത് എല്ലാ വഴികളും ചെയ്തിട്ടുണ്ട്. അത് ബോധ്യമായല്ലോ. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ LDFുമായിട്ട് അവിശുദ്ധ ബന്ധം ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. നാലംഗങ്ങൾ വിപ്പിൽ നിലനിൽക്കും. വിപ്പിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള 4 അംഗങ്ങൾ അങ്ങോട്ട് പോയതുകൊണ്ട് വിപ്പ് നിലനിൽക്കാറുന്നില്ല. അത് ആരോ അവരെ പറ്റിച്ചായിരിക്കും, തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും. വിപ്പ് നിലനിൽക്കും. അതിപ്പം കാണാം. നിയമപരമായി ഞങ്ങൾ അതിനെ നേരിടാൻ പോവുകയാണ്. പാർട്ടി നടപടി, ശക്തമായ നടപടി ഉണ്ടാകും. ആ പാർട്ടി നടപടി KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അവരിപ്പോഴും പറയുന്നത്. അതായത് അവരുടെ ഉള്ളിലെ ആളുകൾ നിന്നുകൊണ്ട് അവരാണ് കോൺഗ്രസ്. പാർട്ടിയെ ചതിച്ചവന്മാര് ഇനി പാർട്ടിക്ക് ആവശ്യമില്ല. അങ്ങനെ കോൺഗ്രസിന് അധികാരത്തിൽ വരണ്ട. ഇതിലവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമായി വിഷമമുണ്ടായി, മോഷണ പരാതി അടക്കം തങ്ങൾക്കെതിരെ ഉന്നയിച്ചു എന്നുള്ളതാണ്. പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണി സംവിധാനമാണ്. സ്വതന്ത്രരുടെ പിന്തുണ പലയിടത്തുമുണ്ട്. അങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില അസ്വാരസ്യങ്ങൾ, തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊന്നും പുതിയൊരു കാര്യമല്ലല്ലോ. ഇത് UDFിലെ മാത്രം കാര്യമല്ലല്ലോ. LDFിൽ ഇതിനപ്പുറത്തെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല അവർ ഭരിക്കുന്നിടത്ത്. പക്ഷേ ആ പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർക്കുന്നതിന് പ്രാദേശിക നേതൃത്വവും ശ്രമിച്ചിട്ടുണ്ട്. KPCCയുടെ ഉന്നത നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കല്ലേ ചെയ്യണ്ടേ. I4 News, ഏറ്റുമാനൂർ.